മലയാളി സുഹൃത്തുക്കളായ PCയുടെ മുൻകാല അധ്യക്ഷനായ ശ്രീ ഒ വിശ്വനാഥൻ, ശ്രീ ഗോപാലകൃഷ്ണൻ സർ, കേരള ശബ്ദം നാനാ വാരികയുടെ ബാംഗ്ലൂരിൻ്റെ കർണാടകയുടെ ചീഫ് എഡിറ്ററായ ശ്രീ വിഷ്ണുമംഗലം കുമാർ, KNA ട്രസ്റ്റിൻ്റെയും കേരള സമാജത്തിൻ്റെയും ആരാധ്യനായ ശ്രീ ചന്ദ്രശേഖരൻ നായർ, ശ്രീ സുരേന്ദ്രൻ, മലയാള മിഷൻ്റെ പ്രസിഡന്റ് ദാമോദരേട്ടൻ, കേരള സമാജത്തിൻ്റെ മുൻകാല ട്രഷറർ ശ്രീ ഷാജി, മറ്റ് കേരള എഞ്ചിനീയറിംഗ് സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ബിന്ദു, കേരളയുടെ കുടുംബാംഗങ്ങളെ, അക്ഷരസ്നേഹികളെ, നിങ്ങൾക്ക് ഏവർക്കും ഇന്നത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നതെന്നുള്ള വിവരം. മലയാളത്തിൻ്റെ ആരാധ്യനായിരുന്ന ശ്രീ MT വാസുദേവൻ നായരുടെ സ്മൃതി ആണ് ഇന്നിവിടെ നമ്മൾ നടത്തുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുന്നതിന് മുമ്പ് കൈരളി കലാസമിതി എന്ന ഈ സംഘടനയെ പറ്റിയും നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ്. ഈ 2025 കൈരളി കലാസമിതിയുടെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ്. 1950 സ്ഥാപിതമായ കൈരളി കലാസമിതി 2025 അവസാനമാകുമ്പോഴേക്കും ഇതിൻ്റെ 75 വർഷം തികയ്ക്കുന്ന വർഷമാണ്. ഈ സംഘടനയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എല്ലാവർക്കും സുപരിചിതമാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യവും വിശ്വാസവുമുണ്ട്. ബാംഗ്ലൂരിലെ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കത്തക്ക രീതിയിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് കൈരളി കലാസമിതി എന്ന ഈ സംഘടന വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ സുധാകരൻ രാമന്തളി. അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. അറിയപ്പെടുന്ന എഴുത്തുകാരനും വിവർത്തകനുമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഘടനയുടെ കലാപരമായ വളർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് അത്യധികം സന്തോഷവും അഭിമാനവുമുണ്ട്. നമ്മളുടെ ഈ കൈരളി കലാസമിതിയുടെ വേദി പങ്കിടാത്ത പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ വളരെ വിരളമാണ്. എന്തുകൊണ്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ MT വാസുദേവൻ നായർ മാത്രം ഇവിടെ വന്നിട്ടില്ല. മറ്റ് കേരളത്തിലെ എല്ലാ പ്രശസ്ത എഴുത്തുകാരും നമ്മുടെ വേദി പങ്കിട്ടവരാണ്. അദ്ദേഹം ഇവിടെ വരാതിരുന്നത് ഏത് കാരണങ്ങളോ തീർച്ചയായിട്ടും നമ്മൾക്കതൊരു മിസ്സായിട്ടുള്ള ഒരു അനുഭവമാണ്. ഈ ഞങ്ങളുടെ ഈ 75ാം വർഷം തുടങ്ങുന്ന ഈ വേളയിൽ ഈ വരുന്ന 11-ാം തീയതി നമ്മൾ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ തുടക്കമായിട്ട് വിനീതിൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു വർഷം നീളുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ടാകും. സാംസ്കാരികപരമായിട്ടും തീർച്ചയായിട്ടും ആ പ്രവർത്തനങ്ങൾ ഒരു വർഷം നീളും എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഒരു 5 നില കെട്ടിടം ഇതിൻ്റെ മുൻഭാഗത്ത് കാലിയുള്ള സ്ഥലത്ത് നമ്മൾ പണിയാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 കോടി രൂപ ചിലവിലാണ് നമ്മൾ ആ ബിൽഡിംഗ് പണിയുവാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം ചിരകാല അഭിലാഷം, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ കൈരളിയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ചിരകാല അഭിലാഷമായ ഒരു കോളേജ്, ഒരു PU കോളേജ് അവിടെ നടത്തുക എന്നുള്ളതാണ് ഈ 5 നില കെട്ടിടം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ അവസരത്തിൽ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇത് അതിനുള്ള ഒരു അവസരമല്ല എന്നുള്ള പൂർണ്ണ ബോധം എനിക്കുണ്ട്. നമ്മളുടെ പ്രിയങ്കരനായ MTയെ പറ്റി 2 വാക്ക്. എഴുത്തിൻ്റെ കുലപതി, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, മലയാള സാഹിത്യവും സിനിമയും
MD എന്ന രണ്ടക്ഷരങ്ങളിൽ ഒതുങ്ങിയ ഇന്നലകളാണ് കടന്നുപോയത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള സാഹിത്യകാരനായിട്ടാണ് ഡിസംബർ 25-ാം തീയതി രാത്രി MD വാസുദേവൻ നായർ കഥാവിശേഷായത്. രചനാ വൈഭവം കൊണ്ടും ജനപ്രീതി കൊണ്ടും മലയാള മനസ്സിൽ ഇത്രമേൽ പ്രതിഷ്ഠ നേടിയ മറ്റൊരെഴുത്തുകാരനും സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എഴുത്തുകാരൻ എന്ന നിലയിലും ചലച്ചിത്രകാരൻ എന്ന നിലയിലും ഒരുപോലെ തിളങ്ങുവാൻ കഴിയുക എന്നത് അപൂർവമാണ്. ആ അപൂർവതയാണ് MD വാസുദേവൻ നായർ എന്ന പ്രതിഭയെ സാഹിത്യത്തിലും ചലച്ചിത്രത്തിലും അരനൂറ്റാണ്ട് കാലം ഒന്നാമനായി നിർത്തിയത്. 1964 പുറത്തിറങ്ങിയ മുറപ്പെൺ എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയാണ് MD വാസുദേവൻ നായർ എന്ന പ്രതിഭ മലയാള ചലച്ചിത്രത്തിന്റെ ഭാഗമാകുന്നത്. മുറപ്പെണ്ണിൽ തുടങ്ങി പഴശ്ശിരാജയിൽ അവസാനിച്ച തിരക്കഥകളിൽ മലയാളികൾ നെഞ്ചോട് ചേർത്ത് നിർത്തിയ എത്രയെത്ര കഥാ സന്ദർഭങ്ങൾ, എത്രയെത്ര കഥാപാത്രങ്ങൾ, ജീവിതമെന്നോ സിനിമയെന്നോ വേർതിരിവില്ലാത്ത എത്രയെത്ര മുഹൂർത്തങ്ങൾ. മലയാള സാഹിത്യത്തിലെ അനിഷേധ്യ സാന്നിധ്യം 7 പതിറ്റാണ്ട് മലയാള സാഹിത്യത്തിൽ നിറഞ്ഞു നിന്നു. 1995 ജ്ഞാനപീഠം നേടിയ MDയെ 2005 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, സംസ്ഥാന സർക്കാരിന്റെ എഴുത്തച്ഛൻ പുരസ്കാരം, സാഹിത്യ മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം തുടങ്ങി MDയെ തേടിയെത്തിയ പുരസ്കാരങ്ങൾക്ക് കണക്കുകളില്ല. എങ്കിലും അതിനേക്കാളെല്ലാം എത്രയോ വലിയ അംഗീകാരമാണ് മലയാളത്തിന്റെ 4ാം തലമുറയും MDയെ വായിക്കുന്നു എന്നത്. മലയാളത്തിന്റെ കുലപതിക്ക്, വാക്കുകളുടെ കുലപതിക്ക് ഇതിലും മികച്ച മറ്റൊരംഗീകാരമാണ് മലയാളത്തിന് നൽകുവാൻ സാധിക്കുന്നത്. ഒരു കാലഘട്ടത്തെ ബാക്കിയാക്കി ഒരു കാലഘട്ടത്തെ സാക്ഷി നിർത്തി MD വാസുദേവൻ നായർ എന്ന അതുല്യ പ്രതിഭ വിട പറഞ്ഞിരിക്കുകയാണ്. മലയാളികളുടെ മോഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വായനയ്ക്കും അനുഭവങ്ങൾക്കും വാക്കുകൾ പകർത്തിയതിന്, ദൃശ്യഭാഷ്യമൊരുക്കിയതിന് സൗഹൃദപൂർവ്വം ഹൃദയപൂർവ്വം അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട്, പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. MD വാസുദേവൻ നായരുടെ പാവനസ്മരണയ്ക്കായി നമുക്ക് ഒരു നിമിഷം മൗനമാചരിക്കാം. അദ്ദേഹം പറഞ്ഞതുപോലെ MT എന്ന ഈ 2 അക്ഷരത്തിന് പിന്നിലുള്ള ആ പ്രതിഭയെ നമ്മൾ ഓർക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള മൾട്ടിഫെസറ്റഡ് പേഴ്സണാലിറ്റിയാണ്, പലതരത്തിലുള്ള പല വിവിധ മുഖങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ കാണാം. വിവിധ രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വെറൊരു ചെറുകഥാകൃത്തായിരുന്നില്ല, വെറൊരു നോവലിസ്റ്റ് ആയിരുന്നില്ല, വെറൊരു തിരക്കഥാകൃത്തായിരുന്നില്ല, എല്ലാമായിരുന്നു. അതുപോലെ കേരളം കണ്ട ഏറ്റവും മഹാനായ പത്രാധിപരുമായിരുന്നു, എഡിറ്ററായിരുന്നു. കാരണം എഴുത്തുകാരുടെ തലമുറകളെ സൃഷ്ടിച്ച പത്രാധിപർ കേരളത്തിൽ MT മാത്രമാണ്. NV കൃഷ്ണവാര്യരാണ് മറ്റൊരാൾ നമുക്ക് പറയാനുള്ളത് പ്രധാനപ്പെട്ട ഒരു പത്രാധിപർ. അപ്പോൾ അങ്ങനെ കേരളീയ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അതാണ് MT വാസുദേവൻ നായർ. ഇപ്പോൾ ഏറ്റവും നല്ല എഴുത്തുകാർ അല്ലെങ്കിൽ കലാകാരന്മാർ ആരാണ് എന്നുള്ളതിന് TS എലിയട്ട് പറയുന്നുണ്ട്. തനിക്ക് കിട്ടിയ ഭാഷ, ശ്രദ്ധിക്കണം, തനിക്ക് കിട്ടിയ ഭാഷ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി അതിൽ ജ്ഞാനം നേടി തൻ്റെതായ പ്രതിഭാവിലാസം കൊണ്ട്
ആ ഭാഷയെ മാറ്റിമറിച്ച് മറ്റൊരു ഭാഷയാക്കിയിട്ട് അടുത്ത തലമുറക്ക് ഏൽപ്പിക്കുന്നവനാണ് ഏറ്റവും നല്ല എഴുത്തുകാരൻ. തനിക്ക് കിട്ടിയ ഭാഷയെ മറ്റൊരു ഭാഷയാക്കിയിട്ട്, പുതിയൊരു ഭാഷയാക്കിയിട്ട്, തൻ്റെതായ ഒരു ഭാഷ്യം ആ ഭാഷയ്ക്ക് ചമച്ച് ആ ഭാഷയെ അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവനാണ് മഹാനായ സാഹിത്യകാരൻ. ആ കൃത്യമാണ് MT വാസുദേവൻ നായർ ചെയ്തിട്ടുള്ളതെന്ന് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം MT എഴുതി തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് സ്വാതന്ത്ര്യം കിട്ടി, സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ആ ഒരു തലമുറക്ക്, യുവാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ രീതിയിലുമുള്ള വലിയ പുരോഗമനമായിരിക്കും, നമ്മുടെ സാംസ്കാരിക രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, സാമൂഹിക രംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ വരും എന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് ഉള്ള ഒരു തലമുറയായിരുന്നു അതിന് മുമ്പുള്ളത്, ഇദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പുള്ള തലമുറ. അപ്പോൾ അവർ അസമത്വങ്ങൾക്കെതിരായിട്ട്, അനീതിക്കെതിരായിട്ട്, അധർമ്മങ്ങൾക്കെതിരായിട്ട്, ചൂഷണത്തിനെതിരായിട്ടൊക്കെ ശബ്ദം ഉയർത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി ഇത്തരം പ്രശ്നങ്ങൾക്ക് വലിയ അളവിൽ ശാന്തി കാണും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാർ പോയി, വെളുത്ത അധികാരികൾ പോവുകയും അത്ര വെളുപ്പില്ലാത്ത അല്ലെങ്കിൽ കറുത്ത അധികാരികൾ വരികയും ചെയ്യും. അതല്ലാതെ മറ്റ് വലിയ സാമൂഹികമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന സ്ഥിതി വന്നപ്പോഴാണ് ഒരു വ്യാമോഹ മുക്തി. നമുക്കൊരു വ്യാമോഹം ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ആ വ്യാമോഹത്തിൽ നിന്ന് നമ്മൾ മുക്തരാവുകയാണ്. ആ വ്യാമോഹം നമ്മളെ വിട്ട് പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെയുള്ള വ്യാമോഹമുക്ത, ഡിസില്യൂഷൻമെന്റ് ആയിട്ടുള്ള ഒരു തലമുറയുടെ ആദ്യത്തെ ശക്തനായ, കരുത്തനായ വക്താവാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് എൻ്റെ തലമുറയ്ക്ക് മുമ്പുള്ള മലയാള സാഹിത്യത്തിലെ തലമുറയിൽ വയറാണ് ശബ്ദിച്ചിരുന്നത്, പട്ടിണി അതുപോലെയുള്ള പ്രശ്നങ്ങൾ വയറാണ് ശബ്ദിച്ചിരുന്നത്. പക്ഷേ എൻ്റെ തലമുറ സംസാരിക്കുന്നത് മനസ്സിനെ കുറിച്ചാണ്, മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചാണ്. എൻ്റെ കൃതികളിൽ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു വലിയ ഷിഫ്റ്റാണ്. അതായത് പോളിസിയിൽ, എഴുത്തുകാരൻ്റെ ഒരു പോളിസിയിൽ വരുന്ന ഒരു ഷിഫ്റ്റ്, ഒരു മാറ്റമാണ് അത്. കാരണം അതിനു മുമ്പ് നമുക്കറിയാം, രണ്ടെടുങ്കൈ ആവട്ടെ, തോട്ടിയുടെ മകനാവട്ടെ, ഇതുപോലുള്ള ഒരുപാട് കൃതികൾ, കേശവദേവന്റെ കൃതികൾ, തകഴിയുടെ, പൊൻകുന്നമർത്തിയുടെ മഹത്തായ കൃതികൾ അന്നത്തെ സാഹചര്യങ്ങൾക്ക്, സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അനുഗുണമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, കഷ്ടതകൾ അനുഭവിക്കുന്ന, അവസ്ഥകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർ തൂലിക ചലിപ്പിച്ചതാണ് എല്ലാവരും. പക്ഷെ MTയുടെ ഒരു തലമുറ വരുമ്പോൾ ഈ രീതി അപ്പാടെ മാറുകയാണ്. അതായത് മനുഷ്യന്റെ മനസ്സ്, ആന്തരികമായ ജീവിതം, ഇന്റേണൽ ലൈഫിന്റെ ഇന്റേണലിറ്റി, ജീവിതത്തിന്റെ ആന്തരികത എന്നത് എല്ലാറ്റിലും. ഇപ്പൊ നമ്മൾ പുറത്ത് എന്നെ കാണുമ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ട്, പക്ഷെ എൻ്റെ ആന്തരികമായ ഒരു വ്യക്തിത്വമുണ്ട്, എൻ്റെ ആന്തരികമായ സവിശേഷതകളുണ്ട്. അതിനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. അത് വളരെ കോംപ്ലക്സ് ആയിട്ട്, വളരെ സങ്കീർണമായി പോയി നമ്മുടെ ഈ മഹായുദ്ധങ്ങൾ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നിട്ടും പ്രതീക്ഷിച്ചത് കിട്ടാത്തതിന് ശേഷം, ഈ ഡിസില്യൂഷൻമെന്റ് ആയതിനു ശേഷം വ്യാമോഹമുക്തമായ ഒരു തലമുറയിൽ തീർച്ചയായിട്ടും ഇത്തരം പരിസ്ഥിതികൾ സംജാതമാകും. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ സ്വന്തം ഹൃദയത്തിന്റെ ഭാഷ മറ്റുള്ളവരെ കേൾപ്പിക്കുക, അനുവാചകരെ കേൾപ്പിക്കുക എന്നുള്ള മഹത്തായ ഒരു ശ്രമമാണ് MT നടത്തിയത്. ഇതിന് തീർച്ചയായിട്ടും അന്നത്തെ പാശ്ചാത്യ സാഹിത്യത്തിന്റെ സ്വാധീനമുണ്ട്. കാരണം പാശ്ചാത്യ സാഹിത്യത്തിലെ പ്രവണതകൾ, ഇപ്പോൾ ചെക്കോവിനെ പോലുള്ളവരുടെ ചെറുകഥകൾ, അമേരിക്കയിൽ ഈ ചെറുകഥാ സാഹിത്യത്തിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ റൈറ്റേഴ്സിന്റെ, ഫ്രാൻസ് ഒക്കോണർ എന്ന് പറയുന്ന അതുപോലുള്ള വലിയ വലിയ എഴുത്തുകാരുടെ സൃഷ്ടികൾ
മനുഷ്യ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികൾ, സമൂഹത്തിൽ ഭ്രഷ്ടരായി കഴിയുന്ന വ്യക്തികളെ എത്രയോ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നു നമുക്കെല്ലാം ഉണ്ട് തന്നെ, പക്ഷേ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊന്നുമില്ല എന്നിടത്താണ് നമ്മൾ എത്തുന്നത്. MTയുടെ കഥാപാത്രങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ എല്ലാ കഥാപാത്രങ്ങളിലും നമുക്കിത് കാണാം. ഒരു ഗോവിന്ദൻകുട്ടി മാത്രമല്ല, ഒരു സേതു മാത്രമല്ല, ഏത് കഥാപാത്രത്തെ നോക്കിയാലും, ഏത് സിനിമകളുടെ കഥാപാത്രത്തെ നോക്കിയാലും, നിങ്ങൾ ചന്തു പോലും, ചന്തു എന്നൊരു ഫോക്ലോർ സൃഷ്ടിയാണ്. ഇങ്ങനെ വാമൊഴിയായിട്ട് വന്നിട്ടുള്ള ഒരു കഥയാണത് വടക്കംപാട്ടിലത്തെ. അത് പിന്നീട് അതാരാണ് അതിൻ്റെ കർത്താവ് എന്ന് തന്നെ അറിയില്ല. അതിങ്ങനെ തലമുറയിൽ നിന്ന് തലമുറയ്ക്ക് വായ്പാട്ടായിട്ട് വന്നിട്ടുള്ള കൃതികളാണ്. പക്ഷെ അതിൽ ചില മൗനങ്ങളുണ്ട്. കാരണം ഏത് കൃതി പാണന്മാർ പാടുന്നത് വാഴുന്നവർക്ക് വേണ്ടിയാണ്. ആരാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്നവർക്ക് വേണ്ടിയാണ് പാണന്മാർ പാടുന്നത്. അപ്പോൾ വാഴുന്നവരായിട്ടുള്ള കണ്ണപ്പച്ചേകവർക്ക് അല്ലെങ്കിൽ കണ്ണപ്പച്ചേകർക്ക് വേണ്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവർ പാടുക. അപ്പോൾ ഈ ചന്തുവിന് പാണന്മാർ പാടാത്ത പല വശങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള ഗവേഷണമാണ് MT നടത്തിയത്. അങ്ങനെയാണ് ചന്തുവിന്റെ വ്യക്തിത്വത്തെ അനാവരണം ചെയ്യുന്നത്. അങ്ങനെയാണ് ചന്തു ചതിയനല്ല എന്ന് MT ലോകത്തോട് പറയുന്നത്. അത് പറഞ്ഞപ്പോൾ എന്തായി? അത് വളരെ കാര്യമായി ജനം സ്വീകരിച്ചു. കാരണം പറയുന്നത് MT ആയതുകൊണ്ട്, ആ രീതിയിൽ പറയുന്നത് കൊണ്ട്. ഈ പറയുന്ന രീതി ഉണ്ടല്ലോ, അത് എഴുത്തിൽ പ്രത്യേകിച്ചു. ആ പറയുന്ന രീതി അതാണ് ഏറ്റവും പ്രധാനം. പറയുന്ന രീതി, ക്രാഫ്റ്റ്, അതിൻ്റെ ഒരു ശില്പം, അതിൻ്റെ ശൈലി, അതാണ് ഏറ്റവും പ്രധാനം. അത് ഇത്രയധികം കയ്യൊതുക്കത്തോടുകൂടി ഈ ക്രാഫ്റ്റ് കൈകാര്യം ചെയ്ത ഒരു മലയാളത്തിലുണ്ടോയെന്ന് വെച്ചാൽ സംശയമില്ല, ഇല്ല എന്നുള്ള കാര്യം MTയെ പോലെ. അപ്പോൾ അങ്ങനെ തൻ്റെ കലയിൽ അദ്വിതീയമായിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു കഴിവ് കൊണ്ടാണ് അദ്ദേഹം ആരെയും വകവെച്ചിരുന്നില്ല. കാരണം എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനെയും വകവെക്കാതെ. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് KP കുമാരൻ സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു. അത് ഇനാഗുറേറ്റ് ചെയ്തത് ചന്ദ്രശേഖര കമ്പാറാണ്. അത് കോഴിക്കോട് കൈരളി തിയേറ്ററിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് ഞാനും ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ. അപ്പോൾ ഈ സമ്മേളനം കഴിഞ്ഞ് കമ്പാറ അത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഞങ്ങളെല്ലാം വന്ന് സീറ്റിലിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ സ്ക്രീനിങ് കാണുക. അപ്പോൾ അത് ഉടനെയുള്ള കണ്ടിട്ട് കമ്പാറിനോട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന്, ഇത് നഗോദയല്ലുവാ, ഇദ്ദേഹം ജീവിക്കാറേ ഇല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിർത്താറെ മനയിലല്ല, നിർത്താറെ മൊത്തത്തിലുള്ള സ്ഥലത്തൊക്കെ നിർത്താറെ. കാരണം പുള്ളി എപ്പോഴും വളരെ സീരിയസ് ആയിരിക്കും, ചിരിക്കില്ല. ആ ഭാരതപ്പുഴയുടെ വക്കത്ത്, ഭാരതപ്പുഴയുടെ തീരങ്ങളിലെ കഥാകാരനായിരുന്നു MT. ഭാരതപ്പുഴയുടെ തീരങ്ങളിലെ മനുഷ്യരെ അവരുടെ ജീവിതം അങ്ങേയറ്റം പഠിച്ച് ആ മനുഷ്യരെ ആരാധിക്കുകയല്ല ചെയ്തിരിക്കുന്നു. ആ മനുഷ്യരെ നഗ്നരാക്കി, ആ മനുഷ്യരെ നമുക്ക് പരിചയപ്പെടുത്തി, ആ മനുഷ്യരിലൂടെ നമ്മുടെ നമുക്ക് ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ അനുഭവം. അത് മാത്രമല്ല, ഈ കുറച്ചു കാലങ്ങളായിട്ട് നമുക്ക് നമ്മുടെ കേരളത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ഈ ലോകത്തിനും വരുന്ന പരിണാമങ്ങളെല്ലാം ഈ മനുഷ്യരിലുള്ള സ്വഭാവങ്ങൾ, ആ മനുഷ്യരുടെ ഉള്ളിൽ കടന്നു ചെന്ന് ആ മനുഷ്യരെ നഗ്നരായ ഗോവിന്ദൻകുട്ടി എന്നൊക്കെ പറയുന്ന കഥാപാത്രമായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സിനിമയിൽ പറയുകയാണെങ്കിൽ സതയത്തിലെയും പിന്നെ നമ്മുടെ നിർമ്മല്യത്തിലെയും അഭിനയം കൊണ്ട് അപ്പൊ അവർക്ക് അഭിനയ സാധ്യതകളെ നടന്മാർക്ക് കിട്ടിയത് ആ ക്യാരക്ടേഴ്സിന്, ആ മനുഷ്യന്മാരുടെ അദ്ദേഹം ഒരിക്കലും ഒരു ഹീറോ എന്നുള്ള സങ്കല്പത്തിലുള്ള ഒരു കഥാപാത്രവും അദ്ദേഹം സൃഷ്ടിച്ചിട്ടില്ല. അദ്ദേഹത്തിന് മനുഷ്യന്മാര് ലോകത്തിൽ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഹീറോസിനൊന്നും കാണാൻ പറ്റില്ല. എല്ലാ മനുഷ്യരിലും അവരുടെ ദൗർബല്യങ്ങളും
അവരുടെ ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങളെ മനസ്സിലാക്കി ആ ദൗർബല്യങ്ങളെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നമ്മളുടെ ഹൃദയങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാക്കാനുള്ള ആ MTയുടെ കഴിവാണ്. ആ MTയുടെ ആ കഴിവ് അദ്ദേഹം ഒരു പത്രാധിപർ എന്ന നിലയ്ക്കും ഒരു സിനിമ സംവിധായകൻ എന്ന നിലയ്ക്കും ഒരു നോവലിസ്റ്റ് എന്ന നിലയ്ക്കും അദ്ദേഹത്തിന് അത് പല തരത്തിലും നമ്മളോട് സംവദിക്കാനുള്ള അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം ഈ മലയാള ഭാഷയും മലയാള സാഹിത്യവും മലയാള സിനിമയും ഒക്കെ നിലനിൽക്കുന്ന കാലം മുഴുവനും നമ്മൾ MTയെ ആരാധിക്കും, MTയെ നമ്മൾ സ്മരിക്കും. സദയം എന്ന് പറയുന്ന സിനിമയില് മോഹൻലാല് അഭിനയിച്ചിട്ടുള്ളത് ആ ചില രംഗങ്ങൾ അത് ആലോചിച്ച് നോക്കും. അതില് കൊണ്ടുവന്നിട്ടുള്ള കഥ ഒരു സ്ത്രീ ജീവിതം അതിനെ എത്ര മനോഹരമായിട്ടാണ്, എത്ര അഗാധമായിട്ട് അതിന്റെ തലങ്ങളിലേക്ക് പോയിട്ട് ആ ജീവിതത്തിനെ ഇത്ര നഗ്നമായിട്ട് അതെല്ലാം നമ്മുടെ മുമ്പ് നടക്കുന്നുണ്ട്. ഈ സത്യങ്ങളൊന്നും നമ്മുടെ കഥാകാരന്മാരും നമ്മുടെ നോവലിസ്റ്റുകാരും ഒന്നും കൈവച്ചിരുന്നില്ല. അവർക്ക് അത് കൈവയ്ക്കാൻ സാധിച്ചത് MTയെ പോലുള്ള ഒരു അദ്ദേഹത്തിന് നമ്മുടെ ചുള്ളിക്കാട് തോന്നിവാസി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ളത് തോന്നിവാസമാണെന്ന് എഴുതിയിട്ടുണ്ട്. ശരിക്കും ജീവിതം തന്നെ ഒരു തോന്നിവാസമാണ്. അപ്പൊ ജീവിതത്തിൽ നമ്മൾ നടക്കുന്നത് എല്ലാം എല്ലാവരും അപ്പോ അങ്ങനെയുള്ള കഥാകാരന്മാരെ സൃഷ്ടിച്ച് ഒരു ദേശങ്ങളുടെ അതായത് ആ നിളാ നദീ തീരത്തിൽ ഉള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലൂടെ അത് നമ്മുടെ അവിടെ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു സംസ്കാരത്തിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് ആ സംസ്കാരത്തിലുള്ള ദൂഷ്യവശങ്ങളെ നമുക്ക് കാണിച്ചു തന്ന് നമ്മളിൽ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു മഹാനായ ഒരു എഴുത്തുകാരനാണ് നമ്മൾ നഷ്ടപ്പെട്ടത്. അപ്പോ അദ്ദേഹത്തെ നമ്മൾ വായിക്കുക. അത് കാലമായാലും ശരി, മഞ്ഞായാലും ശരി, ഷെർലക്ക് ആയാലും ശരി, ആ കഥകളും അതൊക്കെ എന്തും നമ്മൾ വായിക്കണം. ഒരു പൂച്ച ഷെർലോക്കിനെ അവതരിപ്പിച്ചത് കാണുന്നു. അതില് ആ പൂച്ച തന്നെ ഒടുവിൽ ആ പൂച്ചയിലെ ഒരു മനുഷ്യ സ്വഭാവം അദ്ദേഹം കൊണ്ടുവന്നിട്ട് ആ പൂച്ചയെ ഒടുവിൽ നമുക്കത് അതിനെ ചവിട്ടി പറഞ്ഞയക്കാൻ നോക്കും. എന്നാലും ആ പൂച്ച വിജയി നമ്മളെ വന്നുകൊണ്ടിരിക്കുക. ആ പൂച്ച നമ്മുടെ ജീവിതമാണ്. അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളിലൂടെ കൂടി ഒരു പൂച്ചയായാലും ശരി, ഗോവിന്ദൻകുട്ടിയായാലും ശരി, അങ്ങനെയുള്ള തന്നിട്ടുള്ള ഒരു വലിയ രത്നമാണ്. വലിയ ഒരു മഹാനായ എഴുത്തുകാരനെ സ്മരിക്കാനുള്ള അവസരം. അത് നമുക്ക് വളരെ നല്ല ഒരു പ്രസംഗം കാഴ്ചവെച്ചിട്ടുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ഞാൻ പ്രത്യേകിച്ച് രാമന്തളിയുടെ പ്രസംഗത്തെ വളരെയധികം അദ്ദേഹത്തിന് ഉൾക്കൊണ്ട് ഒരിക്കൽ ഇവിടെ 1-2 തവണ അദ്ദേഹം വരികയുണ്ടായി. പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ മോനിഷ മരിച്ച സമയത്ത് വന്നിരുന്നു. അപ്പോൾ മോനിഷ മരിച്ച സമയത്ത് വന്നപ്പോൾ ഒരുപാട് ക്രൗഡ്, ഒരു വിധത്തിലും മോനിഷയെ അറിയുന്നവരല്ല, അവിടെയുള്ള അടുത്തുള്ള ഒരുപാട് ക്രൗഡ് അവിടെ ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ AD ബാലകൃഷ്ണൻ ഞാനും കൂടിയിട്ട് MTയും കൂട്ടിയിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് കാപ്പി കുടിക്കല്ലേ. AV ബാലകൃഷ്ണൻ MTയെ നന്നായി പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം MT പറയായിരുന്നു, നമ്മളുടെ ആ ഇവിടുത്തെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഈ ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, ആ മരണത്തിന് വലിയൊരു കാഴ്ചയാണെന്ന് പറഞ്ഞ് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണെന്ന് അദ്ദേഹത്തിന്റെ ആത്മരോഷം അദ്ദേഹം എപ്പോഴും പ്രകടിപ്പിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ചിരിക്കാത്തത്. ജീവിതത്തിന് അദ്ദേഹം കാണുന്നത് നമ്മൾ കാണുന്ന മാതിരിയല്ല. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടാണ് അദ്ദേഹം നോക്കുന്നത്. അപ്പൊ അങ്ങനെ അതുമാതിരി അപ്പോൾ അത്ര മഹാനായ ഒരു എഴുത്തുകാരനെ സ്മരിക്കാനുള്ള അവസരം തന്നതിന് വളരെ നന്ദി പറയുന്നു.
തിലകക്കുറിയാണെന്ന് ഞാൻ പറയും. മറ്റുള്ള മഹാന്മാരായ മലയാളത്തിലെ എഴുത്തുകാരെ മറക്കാതെ തന്നെ പറയട്ടെ, മലയാളം കണ്ട ഏറ്റവും മഹാനായ എഴുത്തുകാരൻ MT ആയിരുന്നു എന്നുള്ളതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക കൃതികളും നമ്മളെല്ലാവരും നാലുകെട്ട് മുതൽ ആദ്യമായിട്ട് ഞാൻ വായിച്ചത്, ഒട്ടുമിക്ക മലയാളികളും വായിച്ചിട്ടുള്ളത് നാലുകെട്ട് തന്നെയായിരിക്കും. നാലുകെട്ട് മുതൽ എല്ലാ നോവലുകളും എല്ലാ ചെറുകഥകളും ഒട്ടുമിക്ക ചെറുകഥകളും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത, ഇവിടെ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ നമുക്ക് നമ്മുടെ ആദ്യകാല തലമുറ എഴുതിയ റിയലിസ്റ്റിക് രൂപത്തിലുള്ള കഥകളും ഒക്കെ അടുത്ത തലമുറയ്ക്ക് അതിൻ്റെ ശൈലിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തോന്നുമെങ്കിലും MTയുടെ ശൈലി നവമായ രീതിയിലാണ് അദ്ദേഹം നവീകരിച്ചുകൊണ്ടിരുന്നത്. തൻ്റെ ശൈലി കാലത്തിനനുസരിച്ച് നവീകരിച്ചുകൊണ്ടിരുന്ന ഒരു എഴുത്തുകാരനാണ് MT വാസുദേവൻ. ഇനിയും നമ്മുടെ സെക്രട്ടറി പറഞ്ഞു നമ്മൾ 4 തലമുറ അദ്ദേഹത്തെ വായിച്ചു. പക്ഷെ ഇനി ഒരു 40 തലമുറ കൂടെ വായിച്ചാലും അദ്ദേഹത്തിന്റെ കഥകളും കൃതികൾ എല്ലാം നമുക്ക് നവനവങ്ങളായി തന്നെ അനുഭവപ്പെടും. അതിന് യാതൊരു സംശയവുമില്ല. ഏത് കഥയാണ് നമുക്ക് നല്ലതെന്ന് ആദ്യം പറയേണ്ടത് ഏത് കഥയാണ് നല്ലത്, ഏത് കഥയാണ് മറ്റൊന്നിനേക്കാൾ മോശം എന്ന് പറയാൻ പറ്റുക? എല്ലാ കഥകളും അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ ജീവിച്ചിരുന്ന മനുഷ്യരെ ചിത്രീകരിക്കുന്ന കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം രണ്ടാമൂഴം എഴുതുമ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ മുമ്പിൽ മനുഷ്യരാണ്, മനുഷ്യരുടെ കഥയാണ് ഞാൻ രണ്ടാമൂഴത്തിൽ കൂടി പറയാൻ ശ്രമിക്കുന്നത്. മനുഷ്യൻ അദ്ദേഹം എഴുതിയത്, അദ്ദേഹം ഒരുപക്ഷെ പ്രത്യക്ഷമായ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കൂടിയും മനുഷ്യനുമായി ബന്ധപ്പെട്ട സാധാരണക്കാരനായ മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം ഒരു കഥാകാരൻ എന്ന രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. അദ്ദേഹത്തിന്റെ ചലച്ചിത്ര തിരക്കഥകളെ കുറിച്ച് അവിടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ തിരക്കഥകൾ വായിച്ചാൽ നമുക്ക് തോന്നും, ഏതൊരു തിരക്കഥ വായിക്കുന്ന ആർക്കും തോന്നും അത് നമുക്കും ഈ കഥ ചലച്ചിത്രമാക്കാമല്ലോ, നമുക്കും ഒരു സംവിധായകനാകാം. കാരണം ആ തിരക്കഥ ചിത്രീകരിക്കുന്ന ഒരു സംവിധായകന് വലിയ ജോലിയൊന്നുമില്ല. കാരണം ആ തിരക്കഥയില് അദ്ദേഹം ഓരോ ഫ്രെയിമിന്റെയും പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ക്യാമറ എവിടെ വെക്കണം എന്ന് പോലും അദ്ദേഹത്തിന്റെ തിരക്കഥകൾ അദ്ദേഹം എഴുതി വെക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഒരു തിരക്കഥ വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും അതിൽ ചെയ്യാനില്ല, അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന മാതിരി തന്നെ നമ്മളങ്ങ് ചിത്രീകരിച്ചാൽ മതി. അങ്ങനെയാണ് ഈ ഇവിടെ നേരത്തെ വിഷ്ണുമകൾ സൂചിപ്പിച്ച ചലച്ചിത്രകാരന്മാരൊക്കെ തങ്ങളുടെ സൃഷ്ടികൾ MTയുടെ തിരക്കഥകൾ ചിത്രീകരിച്ചപ്പോൾ നല്ല ചലച്ചിത്രങ്ങൾ പുറത്തു വരാൻ കാരണം ഇവരൊക്കെ MT അല്ലാതെ നേരത്തെ തന്നെ ഇവര് ചലച്ചിത്രങ്ങള് ചിത്രീകരിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും അവർക്ക് ഈ നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ MTയുടെ തിരക്കഥയുടെ ഒരു ശക്തിയും സൗന്ദര്യമാണ് കാണിക്കുന്നത്. ഒരുക്കിയ കേരളീയ കലാസമിതിയോട് എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. MTയെ അനുസ്മരിക്കുന്ന സന്ദർഭമായതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഇടപെടാനും കിട്ടിയ 2-3 സന്ദർഭങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ വേഗം നിർത്താം. ആദ്യം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ അകാലത്തിൽ പൊലിഞ്ഞു പോയ നമ്മുടെ സിനിമാ നടി മോനിഷ അവർ മരിച്ച സന്ദർഭത്തിൽ MT വന്നിരുന്നു. പക്ഷേ ആ സമയത്ത്
അവിടെ ഒരുമിച്ചുണ്ടായിരുന്നതിലുപരി അദ്ദേഹമായിട്ട് സംസാരിക്കാനോ ഒന്നുള്ള സന്ദർഭമായിരുന്നല്ലോ. അപ്പം അങ്ങനെയാണ്. രണ്ടാമത് അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് കിട്ടി 1995. അതിനുശേഷമുള്ള സ്വീകരണ യോഗങ്ങൾ ബാംഗ്ലൂരിൽ വിവിധ സംഘടനകൾ ചേർന്ന് ഇന്ദിരാനഗർ NDK കല്യാണ മണ്ഡപത്തിൽ സംഘടിപ്പിച്ചപ്പോൾ ECA പ്രതിനിധിയെ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കുറച്ച് പേര് കൈകോർത്തുകൊണ്ടാണ് ആ ഒരു പ്രോഗ്രാം ഉണ്ടായത്. അന്ന് അദ്ദേഹവുമായിട്ട് കാണാനും കുറച്ച് വാക്കുകൾ സംസാരിക്കാനൊക്കെ ഉള്ള സന്ദർഭമുണ്ടായി. പിന്നെ 2011 ECAയുടെ ഓണാഘോഷത്തിൻ്റെ മുഖ്യാതിഥിയായിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഒരു വൈകുന്നേരം അദ്ദേഹം ഞങ്ങളോടൊപ്പം ഒരു 2-3 മണിക്കൂർ നേരം ചെലവഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെ സദസ്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ള ഔപചാരികമായ ചുമതല എൻ്റെ ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കുറച്ച് നമുക്ക് അന്ന് ഇന്റർനെറ്റൊന്നും ഇത്ര വലിയ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാലമല്ലാത്തതുകൊണ്ട് ഏറ്റവും പുതിയതായിട്ടുള്ള എന്തെങ്കിലും എഴുതി ചേർക്കാനുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ അദ്ദേഹമായിട്ട് 10 മിനിറ്റ് അങ്ങനെ സംസാരിക്കാൻ പറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ നവതി വന്ദനം അത് കഴിഞ്ഞ് 2023 ഞാൻ ECA സാഹിത്യവേദി ചെയർമാനായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നവതി വന്ദനം അദ്ദേഹത്തിൻ്റെ 90-ാം പിറന്നാളിൻ്റെ ഒരു പരിപാടി ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ അദ്ദേഹം ആയിരുന്നു മുഖ്യ അതിഥിയായിട്ട് ഒരു ദീർഘമായ പ്രഭാഷണം നമുക്ക് എല്ലാവർക്കും വേണ്ടി അന്ന് കാഴ്ചവെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി നേരിട്ട് എനിക്ക് അനുസ്മരിക്കാനുള്ള ചില സന്ദർഭങ്ങൾ. ഞാനും MTയുടെ കുറേ കഥകളും നോവലുകളും ഒക്കെ വായിച്ചിട്ടുണ്ട്. ഞാനും നേരത്തെ ശ്രീ KP ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ ആ വള്ളുവനാടിൻ്റെ ആ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഈ അടുത്ത് വെറും കുറ്റിപ്പുറം പാലവും തിരുനാവായ ക്ഷേത്രത്തിലൊക്കെ പോയി പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കി. അപ്പോൾ MTയുടെ കഥകൾ വായിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിലെവിടേക്കോ ഞാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മാവന്മാരുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ ജ്യേഷ്ഠനുണ്ട് എന്നുള്ളൊരു തോന്നലിലൂടെയായിരുന്നു അതെല്ലാം മിക്ക കൃതികളും. കാരണം ഞാൻ ഓഫ്കോഴ്സ് ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടവും എൻ്റെ മുൻപുണ്ടായിരുന്നവർക്ക് കുറച്ചുകൂടെ അതിനെ പറ്റിയിട്ട് വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എങ്കിലും ഞാനും അങ്ങനെ ഒരു കാലഘട്ടത്തിനാണ്. അതായത് നാടിൻ്റെ മുഖമുദ്ര ദാരിദ്ര്യവും അതേപോലെ കർക്കശമായിട്ടുള്ള പെരുമാറ്റ സ്വഭാവങ്ങളുള്ള നമ്മുടെ അമ്മാവന്മാരും വലിയച്ഛന്മാരും കാരണവന്മാരും ഉള്ളൊരു കാലഘട്ടത്തിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നെൽപ്പാടങ്ങളും പുഴകളും അല്ലെങ്കിൽ കൃഷി, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതേപോലെ ഇടനാഴിയിലെ മൗനങ്ങളും രോദനങ്ങളും നമുക്ക് പലപ്പോഴും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് അന്നത്തെ ഈ തറവാടിൻ്റെതായിട്ടുള്ള മുതിർന്നവർ തീരുമാനിക്കുന്നതിലപ്പുറം മറ്റുള്ളവർക്ക് ഒരു പടി പോലും മുൻപോട്ട് പോകാൻ പറ്റാതെ പലപ്പോഴും ഞെരുങ്ങിക്കഴിയുന്ന ഒരു വിഭാഗം സ്ത്രീകളായാലും മരുമക്കളായാലും അല്ലെങ്കിൽ മക്കളായാലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് പ്രാദേശികമായി തന്നെ എനിക്ക് പ്രത്യേകിച്ചും അത് എൻ്റെ നാടിൻ്റെ അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഞാൻ കേൾക്കാറുള്ളതെന്ന് തോന്നാൻ കാരണം ഒരു പക്ഷേ MTയുടെ കൃതികളിൽ അധികവും ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് വളരെ പ്രാദേശികമായിട്ടുള്ള ഒരു ഭാഷയോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളോ ഒക്കെയാണ്. ഈ കഥാപാത്രങ്ങളും ഈ ഭാഷ അല്ലെങ്കിൽ പോലും മറുഭാഷകളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും ഉണ്ടായിരിക്കാം. പക്ഷെ കുറച്ചുകൂടെ ഞാനതിൽ അങ്ങ് എഴുതി ചേരാറുള്ളത് കുട്ടിയെടുത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരോ അവരുടെ സംഭാഷണങ്ങൾ ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അതിൽ ഒരാളാണ് ഞാൻ എന്ന് തോന്നുന്ന വിധത്തിൽ. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള 2-3 കൃതികൾ ഇതേപോലെ രണ്ടാമൂഴത്തിലെ MT കാണുന്ന ഭീമൻ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും അദ്ദേഹം നമ്മളറിയാത്ത ഒരു വശവും നമ്മൾ MTയുടെ രണ്ടാമൂഴം വായിക്കുമ്പോൾ അതിൽ നമുക്ക് MT തരുന്നു. ഇതേപോലെ തന്നെ അടിമകളിലെ വേലായുധൻ്റെ ആ ഒരു സിനിമയിലായാലും നമ്മളത് ആ കഥ വായിക്കുകയാണെങ്കിലും ഒക്കെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു
ക്യാരക്ടറാണത്. പിന്നീട് എന്താ പറയുക, ചന്തുവിനെ പറ്റിയിട്ട് നേരത്തെ ശ്രീ സുധാകരൻ രാമപള്ളി ഇവിടെ പറയുകയുണ്ടായി. അദ്ദേഹത്തിനെ നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് കേൾക്കുന്നതോ അല്ലെങ്കിൽ നാടൻ പാട്ടുകളോട് കേൾക്കുന്നതോ ചെറിയ ചന്തു എന്നുള്ള ഒരു ഇതല്ല. പക്ഷേ ആ ചന്തുവിൻ്റെ ഒരു മറുവശം നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ കാണാനോ കഴിയുന്നത് എംടിയിലൂടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കഥാപാത്രങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും അല്ലെങ്കിൽ എംടി ഏത് കാര്യത്തിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന ഒരു എഴുത്തുകാരനായിട്ടാണ് നമുക്ക് ഏത് നോവൽ വായിച്ചാലും മനസ്സിലാവും. ഉദാഹരണത്തിന് രണ്ടാം ഊഴത്തില് പല സന്ദർഭങ്ങളിലും മഹാഭാരത യുദ്ധത്തിന്റെ ആ സമയത്തുള്ള അവരുടെ ആയുധങ്ങളെ പറ്റിയിട്ട് എംടി എത്രയോ ഗഹനമായിട്ട്, വളരെ ഗഹനമായിട്ട് ഓരോ തരത്തിലുള്ള ആയുധത്തിനെ പറ്റിയിട്ടുമോ അതെങ്ങനെ ഉപയോഗിക്കുന്നു, അതെങ്ങനെ ഉണ്ടാക്കുന്നു, അതെവിടെ സൂക്ഷിക്കുന്നു, അതുപോലെ തന്നെ ആഭരണങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഓരോ ആഭരണങ്ങൾ ഏതൊക്കെ വിധത്തിൽ എപ്പോഴെപ്പോഴും ഉപയോഗിക്കാനുള്ളതാണ്, ആരും ഉപയോഗിക്കാനുള്ളത്, കിരീടം ഏതാണെന്നിട്ട് ഇതൊക്കെ വളരെ സുദീർഘമായി ഇത്ര ഗവേഷണത്തോടെ നമുക്ക് വായനക്കാരിലേക്ക് എത്തിച്ച ഒരു മഹാനായ എഴുത്തുകാരൻ. അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ആ നഷ്ടം ഒരിക്കലും തോന്നാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇനി 30-40 മലയാളമുള്ളിടത്തോളം അത് മനുഷ്യരിൽ അതിന് സ്വാധീനമുണ്ടാവും, അത് വായിക്കാൻ തോന്നും, അത് യാതൊരു സംശയവുമില്ല. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ചങ്ങമ്പുഴയെ പോലെ അല്ലെങ്കിൽ ONV അല്ലെങ്കിൽ നമ്മുടെ മഹാരായിട്ടുള്ള കവികളെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിന്റെ അനശ്വരമായ ഗാനങ്ങളെ പോലെ എംടിയുടെ കഥകൾ എന്നുമെന്നും നമുക്ക് വായിക്കാനും വീണ്ടും വീണ്ടും വായിക്കാനും തോന്നുന്ന അത്രയും മഹത്തായ കൃതികളാണ്. അങ്ങനെ ഒരു മഹാപ്രതിഭയെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലിരിക്കുന്ന വ്യക്തികൾ എല്ലാവർക്കും നമസ്കാരം. 2 വാക്ക് സംസാരിക്കാൻ മാത്രമല്ല, ഒരു പാട്ട് പാടാനും കൂടി ആണ് ഞാൻ ഇവിടെ വന്ന എം ടി സാറിൻ്റെ ഒരു സിനിമയിലെ പാട്ട്. സിനിമാ പ്രവർത്തന നിലയ്ക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെട്ട ഒരു നിമിഷം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുക. ഒപ്പം അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ നമ്മൾ സിനിമാ പ്രവർത്തനം പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഈ ഒരു കാലഘട്ടം വരെ നല്ല സിനിമകൾ സമ്മാനിച്ച, ക്ലാസിക് സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ എം ടി സാർ. അതേപോലെ തന്നെ ഭാഷയിൽ ഇപ്പോൾ ഇവരെല്ലാവരും ഭാഷയുടെ കാര്യം പറഞ്ഞു. സിനിമയിലെ ഭാഷ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് വളരെ ചിട്ടയോടുകൂടി എഴുതിയിട്ടുള്ള ഒരു വ്യക്തി കൂടെയായിരുന്നു ശ്രീ എം ടി വാസുദേവൻ. അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറയാൻ കാരണം, പഴശ്ശിരാജ എന്ന ഒരു സിനിമയിലെ സംഭാഷണം, അതിലെഴുതിയിരിക്കുന്ന സംഭാഷണവും അതിനുശേഷം വന്ന കായങ്ങളും കൊച്ചുണ്ണി എന്ന ഒരു സിനിമ അത് ഞാൻ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയിലെ ഒരു സംഭാഷണം വെച്ച് നോക്കുമ്പോൾ 300 വർഷം മുമ്പ് നടന്ന ഒരു കഥയാണ് കായങ്ങളും കൊച്ചുണ്ണി. പഴശ്ശിരാജയും ഏകദേശം വളരെ വർഷം പഴക്കമുള്ള ഈ 2 സംഭാഷണത്തിൻ്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെ ഒരു കാലഘട്ടങ്ങളിലെ സിനിമയിലേക്ക് എങ്ങനെ അദ്ദേഹത്തിന് എങ്ങനെ സംഭാഷണം എഴുതുന്നുവെന്ന് അത് റെഫർ ചെയ്തിട്ട് പോലും ചെയ്യാൻ ഒരു സംവിധായകൻ ശ്രമിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഞാൻ മനസ്സിൽ വിചാരിച്ചു. കാരണം കായംകുളം കൊച്ചുണ്ണിയിലെ നമ്മൾ 2000-ൽ സംസാരിക്കുന്ന രീതിയിലുള്ള സംഭാഷണമാണ് കായംകുളം കൊച്ചുണ്ണിയിലും ഒക്കെ 90-കളിലൊക്കെ സംസാരിക്കുന്ന ഭാഷ. അതെങ്ങനെ 300 വർഷം മുമ്പ് ഉണ്ടായി എന്ന് അറിയില്ല. പക്ഷെ എം ടി സാറിന്റെ പഴശ്ശിരാജയിലെ സംഭാഷണം ശ്രദ്ധിച്ചാൽ അറിയും അത് എത്ര കൃത്യമായി അദ്ദേഹം അത്രയും പിന്നിലേക്ക് പോയി ശ്രദ്ധിച്ച് എങ്ങനെയൊക്കെ ഓരോ വാക്കും ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അതാണ് യഥാർത്ഥ എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു കഥാകൃത്തിന്റെ ഒരു കഴിവ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമുക്കറിയാം ചില വ്യക്തികൾ
ചില മകൻ മരിക്കുമ്പോൾ നമ്മുടെ മന്ത്രിമാർ പറയും തീരാ നഷ്ടം എന്നൊക്കെ പറയും. പക്ഷേ ഈ സത്യത്തിൽ ഇവർ പറഞ്ഞുള്ള ഏതൊരു സത്യം MP സാർ മരിക്കുമ്പോൾ മാത്രമാണ് കാരണം ഇന്ന് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ധാരാളം വന്നുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഓരോരുത്തർ മരിക്കുമ്പോൾ അതിനേക്കാളും വലിയ രാഷ്ട്രീയ പ്രവർത്തകർ വരാം. പക്ഷേ MP സാറിനെ സംബന്ധിച്ചിട്ട് ഇനി ഒരു സാഹിത്യകാരൻ ഇതുപോലെ മലയാളത്തിൽ വരില്ല. അപ്പോൾ തികച്ചും ഒരു തീരാ നഷ്ടം എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ശ്രീ MP സാർ മൊത്തമാണ്. ഒരിക്കൽ എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഡിസ്കഷൻ സമയത്ത് കോഴിക്കോട് നിന്ന് ഞാനും എൻ്റെ സിനിമയുടെ തിരക്കഥാകൃത്ത് ശ്രീ രജി നായർ അദ്ദേഹവുമായിട്ട് കോഴിക്കോട് മഹാറാണിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് രജി നായർ പറഞ്ഞു വാസുവേട്ടനെ ഒന്ന് കാണുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല വാസുവേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 2 ദിവസം മുമ്പ് കുറ്റിപ്പുറത്തെ ഒരു ഫംഗ്ഷൻ കാണുകയും എന്തോ ഒരു കാര്യം അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള സംസാരത്തിനാണ് വാസുവേട്ടൻ എന്ന് പറഞ്ഞത് ശ്രീ MP വാസുദേവൻ നായരാണ് പറയുന്നത്. അപ്പോൾ ഞാൻ